ചോലമുക്ക് AM-LP സ്കൂൾ PMSAM AM-LP സ്കൂളിലെ പഠനോത്സവ സംബന്ധമായിട്ടുള്ള രണ്ടാം ഘട്ട പരിപാടിയിലാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ അന്ന് വളരെ വിപുലമായി തന്നെ ഒരു പരിപാടി ഇവിടെ നടന്നു. അതിൻ്റെ രണ്ടാം ഘട്ട പരിപാടിയാണ് ഇന്ന് ഇവിടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി ഇന്ന് 2-3 സ്റ്റാളുകൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പുരാവസ്തു ശേഖരങ്ങളും അവരുടെ തന്നെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ചാർട്ടുകളും പല വിധത്തിലുള്ള സ്റ്റാമ്പുകളും നാണയങ്ങളും ഒക്കെ ശേഖരിച്ചു വെച്ചുകൊണ്ടും വിവിധ പലഹാരങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അതേപോലെ സ്കൂളിലെ ലൈബ്രറിയുടെ പുസ്തകങ്ങളും അടക്കം വെച്ചുകൊണ്ടുള്ള സ്റ്റാളടക്കം 4ഓളം സ്റ്റാളുകൾ ഇവിടെ ഇന്ന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വിവിധ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നാടകങ്ങൾ, അതുപോലെ തന്നെ പാട്ടുകൾ, പ്രസംഗങ്ങൾ അടക്കമുള്ള വിവിധ കലാപ്രകടനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ഈ രണ്ടാം ഘട്ട പരിപാടിയുടെ ഒരു പ്രചരണം എന്നുള്ള നിലക്ക് ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഈ സ്കൂളിന്റെ ഒരു പ്രദേശമായിട്ടുള്ള ചാലിത്തൊടുവിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്ററുകൾ പിന്നിട്ടുകൊണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ അതിന്റെ ഒരു പ്രചരണം എന്നുള്ള നിലയ്ക്ക് ഒരു വിളംബര റാലി സംഘടിപ്പിക്കുകയുണ്ടായി. ആ വിളംബര റാലിയിൽ നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും വളരെ ആവേശപൂർവ്വം പങ്കെടുത്തു. MT അംഗങ്ങളും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും എല്ലാവരും വളരെ ആവേശപൂർവ്വം സജീവമായിട്ട് തന്നെ രംഗത്തുണ്ടായിരുന്നു. മാത്രമല്ല ആ വരുന്ന വഴിയിൽ ഒരുപാട് സ്വീകരണങ്ങളും ഞങ്ങളുടെ ആ റാലിക്ക് ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. നമ്മളെ കുട്ടികൾക്ക് വളരെ ആവേശപൂർവ്വം സ്വീകരണം നൽകി. മുസ്തേരങ്ങാടി ടാസ്ക് ക്ലബ്ബ്, അതുപോലെ തന്നെ പോരുന്ന വഴിയിൽ പീസ് വാലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അതുപോലെ തന്നെ സൗദി ആർട്സ് ക്ലബ്ബാണ് നമ്മുടെ ആ റാലിയിലേക്ക് വേണ്ട മുത്തുകുടകളൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കുരുത്തോല അടക്കമുള്ള നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ തന്നെ ഒരു നല്ല ഒരു ക്ലബ്ബായിട്ടുള്ള ചൈത്രം കലാകായിക സാംസ്കാരിക വേദിയാണ്. അങ്ങനെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് വളരെ നല്ലൊരു പരിപാടി നമുക്കിവിടെ നടത്താൻ സാധിച്ചത്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിച്ചത് ബഹുമാനനായ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പുളിക്കൽ അഹമ്മദ് കബീർ അവറുകളാണ്. നമ്മുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീമതി ഷറീന ആസിഫ്, അതുപോലെ തന്നെ നമ്മുടെ AEO, BPO അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരും, നമ്മുടെ PTA വൈസ് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ SMC ചെയർമാൻ ശ്രീ ഹംസ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. HM, മറ്റ് അധ്യാപകർ എല്ലാവരും വളരെ സംയുക്തമായി വളരെ ആവേശത്തോടു കൂടി നടത്തിയിട്ടുള്ള ഇന്നത്തെ പരിപാടി അതിൻ്റെ പരിപൂർണമായിട്ടുള്ള പരിസമാപ്തിയിലേക്ക് കുറിക്കുകയാണ്. വളരെ ആവേശപൂർവ്വം ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു.
और तुम हो यहाँ, फिर क्यों हो पल के झुकाए वहाँ। तुम साहसी पहले देखा नहीं, तुम इससे पहले थे जाने कहाँ। जीने लगा हूँ पहले से ज्यादा, पहले से ज्यादा तुम पे मरने लगा। रहते हुआ के जो तुम पास मेरे, थम जाए पल ये वहीं बस मैं ये सोचूं। सोचूं मैं थम जाए पल ये पास मेरे जब हो तुम। सोचूं मैं थम जाए पल ये पास मेरे जब हो तुम। चलती है सांसें पहले से ज्यादा, पहले से ज्यादा दिल ठहरने लगा। तन्हाइयों में तुझे ढूंढे मेरा दिल, हर पल ये तुझको ही सोचे भला क्यों। तन्हाई में ढूंढे तुझे दिल, हर पल तुझको सोचे। तन्हाई में ढूंढे तुझे दिल, हर पल तुझको सोचे। मिलने लगे दिल पहले से ज्यादा, पहले से ज्यादा इश्क होने लगा। നമ്മുടെ ഇടുക്കി മുനിസിപ്പാലിറ്റിയുടെ മുന്നിലായ ഒരിക്കൽ അഹമ്മദ് കബീർ സാഹിബ് ഇവിടെ ഏതാനും നിമിഷങ്ങൾ നിർവഹിക്കുകയാണ്. നമ്മുടെ പരിപാടിക്ക് ആസ്വദിക്കാനും എത്തിയവേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. Let us have our prayers. പ്രാർത്ഥന. കണ്ണാരിളങ്ങുന്ന ചൈതന്യമേ, ഞങ്ങൾക്കറിവും ബുദ്ധിയും ശക്തിയും അരുളുക കരുണാസാഗരമേ, അരുളുക കരുണാസാഗരമേ. കരളിൽ നിന്നെ കരുതി കൈകൂപ്പി നിൽക്കും വൈരങ്ങൾ, കരുണാമയനെ കൈവണങ്ങുന്നു. ഞങ്ങൾക്കൊരു ശ്വാസമൊരു ലക്ഷ്യമൊരു മാർഗം, മണ്ണിലും വിണ്ണിലും മനസ്സുകൾക്കുള്ളിലും കണ്ണായി വിളങ്ങുന്ന ചൈതന്യമേ, ഞങ്ങൾക്കറിവും ബുദ്ധിയും ശക്തിയും അരുളുക കരുണാസാഗരമേ, അരുളുക കരുണാസാഗരമേ, അരുളുക കരുണാസാഗരമേ. അദ്ദേഹത്തെ ക്ഷണിച്ചു. ഉദ്ഘാടനത്തിന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം തന്നെ അദ്ദേഹം അത് സ്വീകരിക്കുകയും ഇന്നിപ്പോൾ ഈ സമയത്ത് തന്നെ കറക്റ്റായിട്ട് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ആ കാര്യം. ഒരു സ്കൂളിലും അത്തരത്തിലുള്ള ഒരു വിളംബര റാലി നടന്നിട്ടില്ല എന്നാണ്
ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിന്ന് പറയുന്നത് ചോലമുക്ക് സ്കൂൾ എല്ലാ പരിപാടിയും വിളംബരം ചെയ്തുകൊണ്ടാണ് കുട്ടികളുടേതായിട്ടുള്ള പരിപാടികളും പ്ലക്കാർഡുകളും അവരുടെ അനൗൺസ്മെന്റും ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഇന്നലെ അത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. ഒരുപാട് ആളുകൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർമാർ, എം പി അംഗങ്ങൾ എല്ലായിടത്തും വാർഡ് കൗൺസിലർ ഷറീന ആസിഫ്, ബീന ടീച്ചർ, ദിവാകരൻ ചടങ്ങ് ഉദ്ഘാടനം. അതുപോലെ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണമാണ്. ആ അവാർഡ് വിതരണമാണ് വേദിയിൽ അടുത്തായിട്ട്. അഷിക സെറ്റി, ഒന്ന് വികാസിൽ നിന്നും ഫാത്തിമ ലിയ, രണ്ട് മുഹമ്മദ് ഷെയാൻ, രണ്ട് വികാസിൽ നിന്ന് ഷഫ്നി, അടുത്തത് നിഹാല, വികാസിൽ നിന്ന് റിയ ഫാത്തിമ, റനാഹിബ, പി, അടുത്തത് 3 വികാസിൽ നിന്ന് ഹന്ന പി, ഫാത്തിമ റിയ, 4 വികാസിൽ നിന്ന് ഷഹാന ഫാത്തിമ, ഷഹാന, 4 ജിന സെട്ടി, ഓക്കെ, താങ്ക് യു. സംബന്ധിച്ചുള്ളത് പഠനോത്സവത്തിലാണ്. കുട്ടികളുടെ അറിവും പഠനവും രക്ഷിതാക്കളും പൊതുജനങ്ങളും നമ്മുടെ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം നമ്മുടെ കൊണ്ടോട്ടി നിയോജക മണ്ഡലം MLA TV ഇബ്രാഹിം സാഹിബ് ഒരു പഞ്ചവത്സര പദ്ധതി നമ്മുടെ സ്കൂളിലെ PTA കമ്മിറ്റിയുടെ കീഴിൽ ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു. ആ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നമ്മൾ പ്രകൃതിക്കൊരു കുട എന്നുള്ള ഒരു പദ്ധതി, അതായത് പ്ലാസ്റ്റിക് വിമുക്ത ചോലമുക്ക് ഗ്രാമം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ സ്കൂളിനെ ആദ്യമായി നമ്മൾ ആ പ്ലാസ്റ്റിക് വിമുക്തമാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി പരിസരത്തെ 1000-ഓളം വീടുകളിലേക്ക് തുണിസഞ്ചികൾ നമ്മുടെ ഈ പ്രകൃതിക്കൊരു കുട എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകുന്നതിന് വേണ്ടി നമ്മൾ PTA കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി ആ 7-ാം തീയതിയിലെ നമ്മുടെ വാർഷിക പരിപാടിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി ഷറീന ആസിഫ് നിർവഹിക്കുന്നതാണ് എന്നുകൂടി ഈ അവസരത്തിൽ വളരെ സന്തോഷപൂർവ്വം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.